കട്ടളയമ്മ വച്ചിരുന്ന ശിവരൂപം വരെ അടിച്ചുകൊണ്ട് പോവാണ്. കുറേ കട്ട് കഴിഞ്ഞപ്പോൾ ആരും അറിയുന്നില്ല എന്ന് കണ്ടപ്പോൾ 2024 വീണ്ടും പൂശ ഇറങ്ങിയതാണ് പുതിയ ദേവസ്വം ബോർഡ്. അപ്പം കോടതി പിടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരെ ഇവർ കൊണ്ടുപോയതിന്. പരമ്പരയാണ്, മോഷണ പരമ്പരയാണ് 2019 മുതൽ നടന്നത്. അതിൽ ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. പങ്കുള്ളത് കൊണ്ടാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അടൂർ പ്രകാശ് കേസിലെ പ്രതിയാവോ? ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ. പിണറായി വിജയൻ SIT ചോദ്യം ചെയ്യണമല്ലോ. പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന പടമുണ്ടല്ലോ. പിന്നീട് അയാൾ സ്പൈ ആയി മാറിയതിന് മന്ത്രി എന്ത് തെറ്റ് ചെയ്യാന്? കേരള രാഷ്ട്രീയത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ. ഞാനാ പറഞ്ഞത്, റിയാസ് തെറ്റുകാരനല്ല. ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പുറകിൽ. ഈ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ നാവായിട്ടാണ് വേറെ ചില ആളുകൾ ഇത് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ സർവ്വ അനുഗ്രഹ ആശംസകളോടും കൂടിയാണ് ഇതെല്ലാം പറഞ്ഞതിന്റെ പിറ്റേ ആഴ്ചയാണ് അദ്ദേഹത്തെ പോയി പൊന്നാട അണിയിച്ചത്. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി നടക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത്. ഈ വർഗീയ പ്രചരണം മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ ഭരണത്തിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതകളും കാണിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ധാർമ്മികതയെക്കുറിച്ച് വാദോപവാദം സംസാരിക്കുന്നത് കേരളം കേട്ട് ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ പത്രസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയത്. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സോളാർ വിവാദ നായിക സരിതയെ കടപ്പളാമറ്റത്തെ ഒരു ചടങ്ങിൽ വെച്ച് കാണുന്ന ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഫോട്ടോയുടെ ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ച് കേരളത്തിൽ ഉടനീളം വിതരണം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ സംഘടനയായ CPM അന്ന് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ കുതന്ത്രങ്ങൾ മെനഞ്ഞത്. അന്ന് എന്തുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി തന്നെ കാണാനെത്തുന്ന അല്ലെങ്കിൽ തന്നെ സന്ദർശിക്കാനെത്തുന്ന ആളുകളുടെ ചരിത്ര ഭൂമിശാസ്ത്രവും അല്ലെങ്കിൽ അവരുടെ മറ്റു വശങ്ങളും ശ്രദ്ധിക്കാതെ എന്തുകൊണ്ടാണ് അത്തരം ആളുകളെ കാണുവാൻ വേണ്ടി മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി തയ്യാറായത്? തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് കൊള്ളക്കാരാണോ കള്ളന്മാരാണോ എന്നറിയാതെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തത് എന്നാണ് പിണറായി വിജയൻ അന്ന് പല വേദികളിലും വാതോരാതെ പ്രസംഗിച്ചിരുന്നത്. ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇതുപോലുള്ള ഇന്റലിജൻസിന്റെ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാർ ഒരു ആംബുലൻസ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഭീമ ജ്വല്ലറി ഉടമയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ചേർന്ന് നിൽക്കുന്ന പടം തന്നെയാണ് അന്ന് മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരുമായി മുഖ്യമന്ത്രിക്ക് ഒരു വേദി പങ്കിടാനോ അല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പടം എടുക്കുവാനോ സാധിച്ചത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് അന്വേഷിക്കാതിരുന്നത് എന്നുകൂടി വി ഡി സതീശൻ തുറന്നടിച്ചു. അപ്പോൾ താൻ ചെയ്യുന്ന കാര്യങ്ങൾ ന്യായീകരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് ആയിരുന്നാവും മറ്റുള്ള രാഷ്ട്രീയ പ്രതിയോഗികളെ എതിർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ കുതന്ത്രങ്ങളും സദാചാര വിശുദ്ധിയില്ലാത്ത രാഷ്ട്രീയ ചെറ്റത്തരവും കാണിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒട്ടും മടിയില്ല എന്ന് തന്നെയാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ ബന്ധിപ്പിക്കാനാവും സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുത്തിയത് അടൂർ പ്രകാശാണ് എന്ന തരത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും CPMന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും വാദോരാതെ ഇപ്പോൾ പ്രസംഗിക്കുന്നത് ജുഗുപ്സാവഹം തന്നെയാണ്, അല്ലെങ്കിൽ അത് വില കുറഞ്ഞ തരം താണ പ്രവൃത്തി തന്നെയാണ് എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അരണയുടെ ബുദ്ധിയാണ് മുഖ്യമന്ത്രിക്ക്, മറവിയാണ്, അഥവാ ബോധപൂർവം അദ്ദേഹം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കുകയാണോ എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി തന്റെ അടുത്ത് എത്തുന്ന ആളുകളെ, തന്റെ സന്ദർശകരെ അവരുടെ ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ വസ്തുതകളും വ്യക്തിനിഷ്ഠമായ വിവരങ്ങളും ശേഖരിക്കാതെ തന്നെ മുന്നിൽ വരുന്നവൻ കള്ളനാണോ കൊള്ളക്കാരനാണോ എന്ന് തിരിച്ചറിയാതെ എന്തുകൊണ്ടാണ് അവരെല്ലാം കാണാൻ മുതിർന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോട് വി ഡി സതീശൻ അതേ വാക്കുകൾ തന്നെ കടം കൊണ്ട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാളെ മുഖ്യമന്ത്രി ഇന്റലിജൻസ് ബ്യൂറോന്റെ വിശദമായ വിവരങ്ങൾ ലഭിക്കാതെ കണ്ടത് എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുഖ്യമന്ത്രി കണ്ടതുമായി ബന്ധപ്പെടുത്തി പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല. കാരണം തന്റെ മുന്നിൽ വരുന്ന ആളുകളെ ഒരു കാരണവശാലും ആരൊക്കെയാണെന്ന് കണ്ടറിഞ്ഞതിന് ശേഷം പൊതുപ്രവർത്തകർക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ അതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മനസ്സിലാക്കാത്തത്, അഥവാ അദ്ദേഹം അത് ബോധപൂർവ്വം വിട്ടുകളയുന്നത്? ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് അടൂർ പ്രകാശ് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന പടം എടുത്ത് കാണിച്ചുകൊണ്ട് CPMന് ഇതുവരെ ഉണ്ടായിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ടായിരിക്കുന്ന ഡാമേജിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി മുഖ്യമന്ത്രി ചില ഉപായങ്ങൾ പയറ്റുന്നു, ഇരുട്ടുകൊണ്ട് ഊട്ടയടയ്ക്കാൻ നോക്കുന്നു എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ കാണുന്നതിന് വേണ്ടി ഒരു ബ്ലോഗർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ പിന്നീട് പാകിസ്ഥാന്റെ സ്പൈ ആയി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് കേരളത്തിന് വേണ്ടി ടൂറിസം പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ലോകവ്യാപകമായി എത്തിക്കുന്നതിന് വേണ്ടി ബ്ലോഗറായ ആ പെൺകുട്ടി വന്നപ്പോൾ മുഹമ്മദ് റിയാസ്
ആ പെൺകുട്ടിയെ നാട്ടിലേക്ക് സ്വീകരിക്കുകയും വിളിക്കുകയും ചെയ്തതിൽ മുഹമ്മദ് റിയാസിനെ കുറ്റപ്പെടുത്താതിരുന്നത് താൻ മാത്രമാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. വരുന്ന ആളുകളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അവർ വരുന്ന സമയത്ത് കുറ്റവാളികളല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പൊതുപ്രവർത്തകർ അവർ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിൽ കുറ്റക്കാരനാകുന്നത്? അതുകൊണ്ട് വി ഡി സതീശൻ എടുത്തു പറയുന്നു, മുഹമ്മദ് റിയാസിനെ അന്ന് ആ കാര്യത്തിൽ കുറ്റപ്പെടുത്താതിരുന്നത് പാകിസ്ഥാൻ ആയ ഒരു യുവതി കേരളത്തിൽ വന്ന കേരളത്തിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് പാകിസ്ഥാന് കൈമാറി എന്ന് പറയുമ്പോൾ ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് അവരെ കേരളത്തിലേക്ക് ടൂറിസം വികസന സാധ്യതകൾ അന്യ നാടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി അവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് റിയാസ് അവർ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ചാരപ്രവർത്തകയാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞത് താൻ മാത്രമാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അന്ന് മുഹമ്മദ് റിയാസിനെ താൻ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി പറയുമ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദകൾ മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്ന് തന്നെയാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെയും വി ഡി സതീശൻ പേരെടുത്ത് പറയാതെ വിമർശിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ കയറി നടക്കുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി സമൂഹത്തിൽ വർഗീയ വിദ്വേഷത്തിന്റെ വിത്തുകൾ പടർത്തുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു തരത്തിൽ മതവർഗീയ വിദ്വേഷം ഉണ്ടാക്കും, സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റൊരു തരത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കും. ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുമ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള വർഗീയ വിദ്വേഷം ഉണ്ടാക്കും. ഇത് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസുകളോട് കൂടി തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം താൻ അയിത്തജാതിക്കാരനാണ്, മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിനാൽ തന്നെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ വെള്ളാപ്പള്ളിയുടെ തരംതാണ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറയാതെ തന്നെയാണ് വി ഡി സതീശൻ വെള്ളാപ്പള്ളിയെ കടന്നാക്രമിച്ചത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളിയും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. മുഖ്യമന്ത്രിയുടെ അജണ്ടയാണ് വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് വരുന്നത്. വർഗീയ വിദ്വേഷം പരത്തുന്ന ആളായി മാറിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് ഇത് പറഞ്ഞത്. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടയെ അണിയിച്ചത് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ചെന്ന് അവിടെ ന്യൂനപക്ഷ വർഗീയത ഉണ്ട്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ വർഗീയവാദികളാണ് എന്ന് പ്രസംഗിച്ചതിന്റെ തൊട്ട് തലയാഴ്ച തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടയെ അണിയിച്ച് സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് വി ഡി സതീശൻ പറഞ്ഞു വെക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറയാതെയാണ് മുഖ്യമന്ത്രിക്കും വെള്ളാപ്പള്ളി നടേശനെതിരെയും വി ഡി സതീശൻ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സ്വീകരിക്കുന്ന അടവ് നയത്തെക്കുറിച്ചും സദാചാര വിശുദ്ധിയില്ലായ്മയെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിദ്വേഷത്തെക്കുറിച്ചും അതിൽ മുഖ്യമന്ത്രിയുടെ പങ്കിനെക്കുറിച്ചുമെല്ലാം തുറന്നു പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വലിയ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് കലാപം ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറയുന്നത്? അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൽ കൂടി വരുന്നത്. കേരളത്തിന് ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അദ്ദേഹത്തിന്റെ കീഴിലല്ലേ നടപടിയെടുക്കണ്ടേ? എത്ര ഹീനമായ വർഗീയതയാണ് ഈ പറയുന്നത്. വിദ്വേഷത്തിന്റെ പ്രചരണമാണ് നടത്തുന്നത്. സംഘപരിവാർ നടത്തുന്ന അതേ വിദ്വേഷ പ്രചരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആളുകൾ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ സർവ്വ അനുഗ്രഹ ആശംസകളോടും കൂടിയാണ്. ഇതെല്ലാം പറഞ്ഞതിന്റെ പിറ്റേ ആഴ്ചയാണ് അദ്ദേഹത്തെ പോയി പൊന്നാട അണിയിച്ചത്. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി നടക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത്. ഈ വർഗീയ പ്രചരണം ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പുറകിൽ. ഈ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ നാവായിട്ടാണ് വേറെ ചില ആളുകൾ ഇത് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വലിയ പിന്തുണ കൊടുത്തെങ്കിലും അതിന്റെ റിഫ്ലക്ഷൻ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അപ്പൊ ഇപ്പോഴും ഒരു ലാസ്റ്റ് ഹോപ്പായി കൊണ്ടുനടക്കുന്നതാണോ? കേരളത്തിൽ വിദ്വേഷത്തിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ BJPയെ പോലെ CPM ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയാണ് പറഞ്ഞത്. അതിനുശേഷം ഭൂരിപക്ഷ വർഗീയതയായി. എല്ലാം തിരിച്ചടിച്ചു. അതുവരെ ആരും ഇല്ലാത്ത സ്ഥിതിയായി. ഭൂരിപക്ഷം ഒട്ടുമില്ല, ന്യൂനപക്ഷം ഒട്ടുമില്ല എന്നുള്ള സ്ഥിതിയായി. ശബരിമലയും കൂടി കഴിഞ്ഞപ്പോൾ അത് പൂർത്തിയായി. ആഗോള അയ്യപ്പ സംഗമം നടത്തി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഇത് കളവിൻ്റെ പരമ്പരയല്ലേ 2019 മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയ ഓരോ സാധനം പോയതിൻ്റെ കഥകളാണ് SIT കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. കട്ടലേമ്മ വച്ചിരുന്ന ശിവരൂപം വരെ അടിച്ചുകൊണ്ട് പോവാണ്. കുറേ കട്ട് കഴിഞ്ഞപ്പോൾ ആരും അറിയുന്നില്ല എന്ന് കണ്ടപ്പോൾ 2024 വീണ്ടും പൂശ ഇറങ്ങിയതാണ് പുതിയ ദേവസ്വം ബോർഡ്. അപ്പം കോടതി പിടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരെ ഇവർ കൊണ്ടുപോയതിന്. പരമ്പരയാണ്, മോഷണ പരമ്പരയാണ് 2019 മുതൽ നടന്നത്. അതിൽ ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. പങ്കുള്ളത് കൊണ്ടാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ചെയ്തോട്ടെ. നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത് നേരത്തെ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോയതോ ചോദ്യം ചെയ്തതോ ആരും അറിഞ്ഞില്ലല്ലോ. ചെയ്യട്ടെ. അതുകൊണ്ട് അടൂർ പ്രകാശ് കേസിലെ പ്രതിയാവോ?
ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ, പിണറായി വിജയൻ SIT ചോദ്യം ചെയ്യണമല്ലോ, പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന പടം ഉണ്ടല്ലോ. അല്ലല്ല, ആര് അപ്പോയിൻമെന്റ് കൊടുത്ത എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഒരു കേസിൽ ഇപ്പോൾ അയാൾ അന്ന് പ്രതിയല്ലല്ലോ, അല്ലല്ല അന്ന് അയാൾ പ്രതിയല്ലല്ലോ. അതിനേക്കാൾ എളുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അറിയാൻ എളുപ്പം പിണറായി വിജയനല്ലേ. പിണറായി വിജയന്റെ സഹപ്രവർത്തകരാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കയറി ഈ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചത്. എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയാതെയാണോ മുഖ്യമന്ത്രി കൂടെ നിന്നത്? ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ കുറ്റപ്പെടുത്തില്ല. അല്ല കേൾക്ക്, ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അറിയണമെന്നില്ല ഇയാൾ കൊള്ളക്കാരനാണോ അല്ലേ എന്ന്. പക്ഷെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഉള്ളതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം. ആ പോറ്റിയുടെ കൂടെ ഉണ്ട്, പോറ്റിയുടെ കൂടെ പിണറായി വിജയനും ഉണ്ട്. ആര് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്താലും എന്താ കുഴപ്പം? അന്ന് അയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? അവരെയൊക്കെ എത്ര പേര് കാണുന്നു? നൂറുകണക്കിന് ആളുകൾ കാണും. അവരെയൊക്കെ എത്ര പേര് കാണും? അല്ല, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അന്ന് അയാൾ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളല്ലല്ലോ. അയാൾക്ക് പല ബന്ധങ്ങളും കാണും, പല ആളുകൾ കാണും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം പോയി ആളുകളെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കും. അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, അതൊരു തെറ്റല്ല. ഞാൻ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായി സമൂഹ മാധ്യമങ്ങളിലും വലിയൊരു വാർത്ത വന്നു. എന്താണ്? ഒരു വ്ളോഗറെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. ആ വ്ളോഗർ പിന്നീട് സ്പൈ ആയി. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചല്ലോ ആ വിവാദം. മുഹമ്മദ് റിയാസ് തെറ്റുകാരനല്ലാന്ന് ഞാൻ പറഞ്ഞു. സ്പൈ ആണെന്ന് അറിഞ്ഞിട്ടാണോ വ്ളോഗറെ കൊണ്ടുവരുന്നത്? അല്ലല്ലോ, ഒരിക്കലും കൊണ്ടുവരില്ലല്ലോ. പിന്നീട് അയാൾ സ്പൈ ആയി മാറിയതിന് മന്ത്രി എന്ത് തെറ്റ് ചെയ്യാന്? കേരള രാഷ്ട്രീയത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ. ഞാനാ പറഞ്ഞത് റിയാസ് തെറ്റുകാരനല്ല.